വെൽക്കം ടു ലിറ്റിൽ ലാബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെക്കൻഡറി തിക്കണിങ് ഇൻ ഡൈക്കോട്ട്, റൂട്ട് ആൻഡ് സ്റ്റെം. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറയുമ്പം ലൈക്ക് യൂണിഫോം അല്ല, എല്ലാ പോർഷനിലും എപ്പോഴും ഒരേപോലെ അല്ല ഗ്രോത്ത് ഉണ്ടാവുക. അവരിപ്പോൾ നമ്മൾ ലൈക്ക് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് റൂട്ടും ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ടിപ്പിൽ നമുക്കറിയാം മെറിസ്റ്റം, ടിപ്പിൽ കാണുന്ന എപ്പിക്കൽ മെറിസ്റ്റം ആൻഡ് ഇൻഡക്കാലറി മെറിസ്റ്റംസ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് അവർ ഗ്രോ ചെയ്യാൻ. അപ്പം അതാണ് അവരുടെ പ്രൈമറി ഗ്രോത്ത്. അപ്പോൾ ഈ മെറിസ്റ്റം ഗ്രോ ചെയ്ത് വന്നിട്ട് ടിപ്പാവുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള സെൽസ് എന്ത് ചെയ്യും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പെർമനൻറ്റ് സെൽസ് ആവും. അതായത് ഡിവൈഡ് ചെയ്യാത്ത പെർമനൻറ്റ് സെൽസ് ആവുന്നതാണ് ലൈക്ക് അതാണ് അതിൻ്റെ പ്രൈമറി ഗ്രോത്തിൽ നടക്കുന്നത്. ബട്ട് ലേറ്റർ ഓൺ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് റീഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതാണ് അവരുടെ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും അതിൽ ഇൻവോൾവ് ആകുന്നത് ലാറ്ററൽ മെറിസ്റ്റം ആണ്. അതായത് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ കാണുന്ന ലാറ്ററൽ മെറിസ്റ്റംസ് ആണ്. അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ ഒരു തിക്നെസ് അതല്ലെങ്കിൽ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ വുഡിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ വുഡിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രോത്ത് ആണ് സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെറിസ്റ്റം എന്ന് പറയുന്നത് ലാറ്ററൽ മെറിസ്റ്റം ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സെൽസ് ആണ് ലാറ്ററൽ മെറിസ്റ്റം. അതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വാസ്കുലാർ കാമ്പിയം ആൻഡ് കോ കാമ്പിയം ആണ്. നമ്മൾ ലാറ്ററൽ മെറിസ്റ്റത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, വീണ്ടും ഗ്രോ ചെയ്യാൻ, ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂസ് ആണ് വാസ്കുലാർ കാമ്പിയും കോ കാമ്പിയും. ഇത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേംസിലെ ഡൈക്കോട്സിലുമാണ്. അതായത് ജിംനോസ്പേമും ആൻജിയോസ്പേമും ജിംനോസ്പേംസ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, ആൻജിയോസ്പേംസ് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. രണ്ട് ലൈക്ക് കാറ്റഗറീസ് ഓഫ് പ്ലാന്റ്സ് ആണ്. ആൻഡ് അതിൽ ജിംനോസ്പേമിലും ആൻഡ് ആൻജിയോസ്പേമിലും മെയിനായിട്ടും ഡൈക്കോട്സിലുമാണ് നമുക്ക് ഈ ഒരു സെക്കൻഡറി ഗ്രോത്ത് മെയിനായിട്ടും ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് ടേംസ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിൽ വരുന്ന നമ്മൾ പറഞ്ഞു കാമ്പിയം ഇസ് റെസ്പോൺസിബിൾ ഫോർ സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ കാമ്പിയം രണ്ട് ടൈപ്പാണ്, വാസ്കുലാർ കാമ്പിയം ആൻഡ് കോ കാമ്പിയം, ഫെലോജൻ എന്നും പറയും. അപ്പം ഈ രണ്ട് കാമ്പിയംസും ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് മെയിനായിട്ട് നമ്മളൊരു ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വാസ്കുലാർ ബണ്ടിൽ ഉണ്ടാവും, സെൻറ്ററിലായിട്ട് സൈലം ഫ്ലോയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും. അപ്പം അത് ആ റീജിയൻ്റെ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് വാസ്കുലാർ കാമ്പിയം. ആൻഡ് എക്സ്റ്റേർണലി ഒരു ഔട്ടർ ലെയറിനൊക്കെ ഗ്രോത്ത്, സെക്കൻഡറി ഗ്രോത്ത് കൊടുക്കുന്നതാണ് കോ കാമ്പിയം. അപ്പോൾ വാസ്കുലാർ കാമ്പിയത്തിൽ രണ്ട് ടൈപ്പ് ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. ഒന്ന് ഫ്യൂസിഫോം ഇനീഷ്യൽസും റേ ഇനീഷ്യൽസും. അത് ഫ്യൂസിഫോം ഇനീഷ്യൽസ് ആണ് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ആയിട്ട് മാറുന്നത്. നമുക്കറിയാം നോർമലി ഒരു പ്രൈമറി ഗ്രോത്ത് നടക്കുമ്പോൾ തന്നെ ദർ ഇസ് സൈലം ആൻഡ് ഫ്ലോയം പ്ലാന്റ്സിലുണ്ടാവും. അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തുണ്ടാവും, സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ഡെവലപ്പ് ആകുന്നുണ്ട്. അത് ഡെവലപ്പ് ആവുന്നത് ഫ്രം ഫ്യൂസിഫോം സെൽസ് ആണ്. അതേപോലെ തന്നെ ദർ ഇസ് റേ ഇനീഷ്യൽസ് അല്ലെങ്കിൽ മെഡുലറി റേസ് എന്ന് പറയും. ഈ റേസ് അതിൻ്റെ ലൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ സൈലം ഫ്ലോയം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്ന ഒരു റേസ് ടൈപ്പ് ഓഫ് ലാറ്ററൽ കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്. അത് ഡെവലപ്പ് ആകുന്നത് റേ ഇനീഷ്യൽസ് എന്നാണ്, സൈലം റേസും ഫ്ലോയം റേസും. പിന്നെ കോ കാമ്പിയം നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പിഡേമിസിനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് ലൈക്ക് ഓൾ ടുഗെദർ. കോ കാമ്പിയം, ഫെല്ലം ആൻഡ് ഫെല്ലോഡം എന്ന് പറഞ്ഞിട്ടുള്ള 3 ലെയേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ടാണ് പെരിഡം എന്ന് പറഞ്ഞ ഔട്ടർ കവറിങ് ഉണ്ടാകുന്നത്. സോ ഈ ടേംസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് വൺ ലെറ്റ്സ് സി സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റെമ്മിലെ സെക്കൻഡറി ഗ്രോത്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ലൈക്ക് വാസ്കുലാർ കാമ്പിയം ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ മെയിനായിട്ടും അതിൻ്റെ ഇന്നർ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നത് വാസ്കുലാർ കാമ്പിയമാണ്. സോ എന്താണ് വാസ്കുലാർ കാമ്പിയം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഡൈക്കോട്ട് സ്റ്റെമ്മിനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, അവരുടെ കൺജോയിൻ്റ് ആയിട്ടാണ് അവരുടെ സൈലോം ഫ്ലോയോ ഉള്ളത്. അതായത് നമ്മൾ സെൽസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ സൈലം ഇതാണ് അകത്തിരിക്കുന്നത്, സൈലം ഇത് ഫ്ലോയം, അത് കൺജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് അവർ ലൈക്ക് ഓപ്പൺ എന്ന് പറയും, അതായത് ഇൻ ബിറ്റ്വീൻ ലൈക്ക് സൈലം, താഴെ സൈലം ഉണ്ടാവും, ഇവിടെ ഫ്ലോയം ഉണ്ടാവും. ആൻഡ് ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാവും, കാമ്പിയം ഉണ്ടാവും. കാമ്പിയം ഇൻ്റർ ഫാസിക്കുലാർ കാമ്പിയം എന്ന് പറയും, ലൈക്ക് ഇൻട്രാ ഫാസിക്കുലാർ കാമ്പിയം എന്ന് പറയും. ഇൻ ബിറ്റ്വീൻ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ കാമ്പിയം ഉണ്ടാവും. അപ്പം ഈ കാമ്പിയവും
പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് വാസ്കുലാർ ബണ്ടിലിൻ്റെ ബിറ്റ്വീനിലായിട്ടുള്ള പാരന്റ് കൈമാറ്റസ് സെൽ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇന്റർഫാസിക്കുലർ കാമ്പിയം ഫോം ചെയ്യും. ഇൻട്രാഫാസിക്കുലർ കാമ്പിയം ആൻഡ് ഇന്റർഫാസിക്കുലർ കാമ്പിയം. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ബിറ്റ്വീനിൽ കാണുന്ന കാമ്പിയാണ് ഇൻട്രാഫാസിക്കുലർ കാമ്പിയം. ആൻഡ് രണ്ട് വാസ്കുലാർ ബണ്ടിലിൻ്റെ ഇൻ ബിറ്റ്വീനിൽ കാണുന്ന പാരന്റ് കൈമാറ്റസ് സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇന്റർഫാസിക്കുലർ കാമ്പിയം ഫോം ചെയ്യും. അങ്ങനെ ഈ രണ്ട് കാമ്പിയംസ് കണക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു റിംഗ് ലൈക്ക്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത് കാണാം, ഈ ഇന്റർഫാസിക്കുലാറും ഇൻട്രാഫാസിക്കുലാറും കാമ്പിയം കൂടെ കണക്ട് ചെയ്തിട്ട്. അപ്പം അതിനെ ഓൾ ടുഗെദർ ആണ് നമ്മൾ വാസ്കുലാർ കാമ്പിയം എന്ന് പറയുന്നത്. സോ ഇതാണ് സെക്കൻഡറി ഗ്രോത്തിൽ, സെക്കൻഡറി തിക്നിങ്ങിൽ ഇനീഷ്യലി നടക്കുന്ന സ്റ്റെപ്പ്. ഈ ഒരു വാസ്കുലാർ കാമ്പിയം ഫോം ചെയ്യുന്നത് ഈ കണ്ടിന്യൂസ് റിംഗ്, ഒരു ഇന്റർഫാസിക്കുലാർ കാമ്പിയം കൂടെ കൂടിയിട്ടുള്ള കണ്ടിന്യൂസ് റിംഗ് ഫോം ചെയ്യുന്നതാണ് വാസ്കുലാർ കാമ്പിയം. അപ്പം ഈ വാസ്കുലാർ കാമ്പിയം ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിക്നെസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. സോ ഈ കാമ്പിയത്തിൽ നിന്നാണ് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് പ്രസന്റ് ആണ് ആൻഡ് ഇൻ ബിറ്റ്വീൻ കാമ്പിയം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാമ്പിയത്തിൻ്റെ ഇൻവേർഡായിട്ട് പുതിയ ഇൻവേർഡായിട്ട് സൈലം ഫോം ചെയ്യും, ഔട്ട്വേർഡായിട്ട് ഫ്ലോയും ഫോം ചെയ്യും. അങ്ങനെയാണ്, അതാണ് പറയുന്നത് സെക്കൻഡറി സൈലം ഇൻവേർഡ് ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഔട്ട്വേർഡ് ആയിട്ടും. കാമ്പിയത്തിൻ്റെ അകത്തോട്ട് സെക്കൻഡറി സൈലം വരും, കാമ്പിയത്തിൻ്റെ പുറത്തോട്ട് ഓരോ ലെയേഴ്സ് ഓഫ് സെക്കൻഡറി ഫ്ലോയും ഡെവലപ്പ് ആവും. അതിൽ മെയിനായിട്ടും സൈലമാണ് മെയിനായിട്ട് ഉണ്ടാവുക. നമ്മുടെ ഒരു വുഡിൻ്റെ ആ ഒരു ഇന്നർ പോർഷൻ ബൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിൻ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് സൈലം തന്നെയാണ്, സെക്കൻഡറി സൈലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഫ്ലോയും അതേപോലെ തന്നെ ഔട്ടർ കവറിംഗ് ഒക്കെ മെയിനായിട്ടും ബാർക്കിലും അവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. സോ ദ മെയിൻ കണ്ടന്റ് ഓഫ് ദ വുഡ് സൈലം. അപ്പോൾ മെയിനായിട്ടും സൈലമാണ് കൂടുതൽ ഡെവലപ്പ് ആവുന്നത്. അപ്പം ഇതിൻ്റെ ഈ കാമ്പിയൽ സെൽസിൻ്റെ ഡിവിഷൻ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയും. പെരിക്ലൈൻ എന്ന് പറയുമ്പോൾ അതിനോട് പാരലലായിട്ട് നമ്മളുടെ സർഫസിനോട് പാരലലായിട്ടുള്ള ഡിവിഷനാണ് പെരിക്ലൈനൽ ഡിവിഷൻ. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഫ്യൂസിഫോം സെൽസും റേ ഇനീഷ്യൽസും, ഈ രണ്ട് ടൈപ്പ് സെൽസും ഉണ്ട്. ആ ഫ്യൂസിഫോം സെൽസ് എന്ത് ചെയ്യും, ഈ കണ്ടക്റ്റിംഗ് എലമെന്റ്സ്, അതായത് സൈലം ഫ്ലോയും സെക്കൻഡറി സൈലം സെക്കൻഡറി ഫ്ലോയത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് എലമെന്റ്സ്, സീവ് ട്യൂബ്സും ട്രക്കിയും വെസൽസും ഒക്കെ ഫോം ചെയ്യും. അതേപോലെ തന്നെ റേ ഇനീഷ്യൽസ് എന്ത് ചെയ്യും, വാസ്കുലാർ റേസ് അല്ലെങ്കിൽ മെഡുലറി റേസ് ഫോം ചെയ്യും ഫോർ റേഡിയൽ. ഇങ്ങനെ റേഡിയൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിനുള്ള റേസും ഫോം ചെയ്യും. അപ്പം ഇതാണ് ഫ്യൂസിഫോം ഇനീഷ്യൽസും റേ ഇനീഷ്യൽസും. നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂസിഫോംസ് ഒന്നും കൂടെ ടേപ്പറിങ് എൻഡ് ആയിരിക്കും, അതായത് എൻഡിൽ ലോങ് ആയിട്ടുള്ള ടേപ്പറിങ് എൻഡ് വരുന്ന സെൽസാണ് ഫ്യൂസിഫോം. അതല്ലാതെ വരുന്ന സെൽസാണ് റേ ഇനീഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നാണ് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ആൻഡ് മെഡുലറി റേസ്, സൈലം റേസും ഫ്ലോയം റേസും ഒക്കെ ഡെവലപ്പ് ആവുന്നത്. പിന്നെ ആനുവൽ റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ വാസ്കുലാർ കാമ്പിയത്തിൻ്റെ അകത്തോട്ട് ഇൻവേർഡായിട്ട് ഇങ്ങനെ സൈലവും ഔട്ട്വേർഡായിട്ട് ഫ്ലോയും ഡെവലപ്പ് ചെയ്യും. അതിനനുസരിച്ച് നമ്മളുടെ പ്രൈമറി സൈലം എന്ത് ചെയ്യും, ഇങ്ങനെ അകത്തോട്ടും പ്രൈമറി ഫ്ലോയും പുറത്തോട്ടും ഇങ്ങനെ മൂവ് ആവും. അപ്പം ആ ഒരു റിങ് നമ്മളിപ്പോൾ നോർമലി വുഡ് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ബാൻഡ്സ് പോലെയുള്ള റിങ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. അത് ആക്ച്വലി ഈ ഒരു സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം ഫോർമേഷനാണ്. അപ്പം ഇനീഷ്യലി നമ്മളൊരു സീസണലാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം ക്ലൈമറ്റ് അനുസരിച്ച് സ്പ്രിംഗ് വുഡ് എന്ന് പറയും, ഏർലി വുഡ്, അതായത് കുറച്ചും കൂടെ വെസൽസ് കുറച്ചും കൂടെ വൈഡർ ആയിരിക്കും, ആക്റ്റീവായിട്ടുള്ള ഗ്രോത്ത് നടക്കുന്ന സമയത്തായിരിക്കും ഈ സ്പ്രിംഗ് വുഡ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റർ ഓൺ ഓട്ടം വുഡ് ഫോം ചെയ്യും, ലേറ്റ് വുഡ്, ഏർലി വുഡ് ലേറ്റ് വുഡ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പം അവിടെ വെസൽസ് ഒന്നും കൂടെ നാരോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ടിഷ്യൂസ് കുറച്ചും കൂടെ ഡെൻസ്ലി പാക്ഡ് ആയിരിക്കും. അപ്പം ഇത് രണ്ടും ഈ ഒരു സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഒരു റിംഗ് ഷേപ്പിലുള്ള ആനുവൽ റിംഗ് എന്ന് പറയുന്ന റിംഗ് ഷേപ്പിലുള്ള വുഡിൻ്റെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് ഫോം ആവുന്നത്. അത് ബേസിക്കലി സെക്കൻഡറി തിക്കനിങ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പം ഈ ഒരു തിക്കനിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെൻഡ്രോ ക്രോണോളജി എന്ന് പറയും, അതായത് വുഡിൻ്റെ ഈ ഒരു ഷേപ്പ്, അതിൻ്റെ അകത്തുള്ള റിങ്സിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് വുഡിൻ്റെ ഏജ്, അതായത് ആ ട്രീയുടെ ഏജും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന അതിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ഡെൻഡ്രോ ക്രോണോളജി എന്ന് പറയുന്നത്. അപ്പം ഈ ആനുവൽ റിങ്സ് ആണ് അതിന് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. പിന്നെ സെക്കൻഡറി മെഡുലറി റേസ്, അതായത് റേസ് ഫോം ചെയ്യുന്നത് പാരൻകൈമാറ്റസ് സെൽസ് ആണ്. ഈ ലാറ്ററൽ കണ്ടക്ഷൻ, ഇങ്ങനെ നമ്മൾ റിങ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ലാറ്ററൽ കണ്ടക്ഷന് വേണ്ടിയിട്ട്
ഫോം ചെയ്യുന്ന മെഡുലറി റേസ് ആണ്. ലൈക്ക് ദ ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓൾസോ. പ്രൈമറി റേസുമായിട്ട് അവർ അതിൻ്റെ ലൈക്ക് ഒറിജിൻ ബേസ് ചെയ്തിട്ട് സെക്കൻഡറി റേസ് എന്തായിരിക്കും, സെക്കൻഡറി ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന റേസ് കമ്പാരിറ്റീവ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ലാസ്റ്റ് വൺ ഇസ് പെരിഡേം ഫോർമേഷൻ. അപ്പം ഇന്റേർണലി എന്താവുന്നുണ്ട്, സൈലോം ഫ്ലോയും ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രിത്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്ലാന്റിൻ്റെ ഔട്ടർമോസ്റ്റ് കവറിങ് ഇസ് എപ്പിഡേമിസ്. എപ്പിഡേമിസിൻ്റെ അകത്താണ് ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെടുത്ത് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, എപ്പിഡേമിസിൻ്റെ മുകളിലൊരു പ്രഷർ വരും. അത് ലൈക്ക് അകത്തുള്ള കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് എപ്പിഡേമിസിലൊരു പ്രഷർ വരും. അപ്പം കൂടി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എപ്പിഡേമിസ് റപ്ചർ ആയിപ്പോവും. ഇനീഷ്യലി പ്രൈമറി ഗ്രോത്ത് കഴിഞ്ഞിരിക്കുന്ന പ്ലാന്റിൻ്റെ, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റിൻ്റെ എപ്പിഡേമിസ് റപ്ചർ ആയിപ്പോവും. അപ്പം അവിടെ എന്ത് ചെയ്യും, പുതിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യണം. ആ ലെയറാണ് പെരിഡേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാമ്പിയം 2 ടൈപ്പ് ക്യാമ്പിയം ആയിരുന്നു, വാസ്കുലാർ ക്യാമ്പിയം, കോ ക്യാമ്പിയം. അപ്പം ഈ കോ ക്യാമ്പിയം ആണ് എന്ത്, ഈ എക്സ്റ്റേണൽ സ്ട്രക്ചർ, ഈ പ്രൊട്ടക്റ്റീവ് പെരിഡേം ഫോം ചെയ്യുന്നത്. സോ ഫെല്ലോജൻ, കോ ക്യാമ്പിയത്തിൻ്റെ വേറൊരു പേരാണ് ഫെല്ലോജൻ. അത് അറൈസ് ചെയ്യുന്നത് കോട്ടെക്സ് എന്നാണ്. നമുക്ക് ലൈക്ക് ക്രോസ് സെക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. എപ്പിഡേമിസ്, ഹൈപ്പോഡേമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിലേക്ക് കാണുന്ന പാരൻകൈമാറ്റസ് സെൽസ്, അതാണ് മോസ്റ്റ്ലി പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് ആണ് കോട്ടെക്സ്. അപ്പോൾ കോട്ടെക്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, കോ ക്യാമ്പിയം ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെല്ലോജൻ. അപ്പം അതൊന്നും എന്ത് ചെയ്യും, ആ ഒരു സ്ട്രക്ചറിൽ നിന്നും പിന്നെ നമ്മൾ സൈലം ഫ്ലോ ഒക്കെ പറയുന്ന പോലെ ഔട്ട്വേർഡ് ആയിട്ട് ഫെല്ലം, അതായത് കോക്ക് ഇസ് ഡെവലപ്പ് ആൻഡ് ഇൻവേർഡ് ആയിട്ട് ഫെല്ലോഡേമും ഡെവലപ്പ് ആവും. അപ്പം ഈ 3 ലേയേഴ്സും ഫെല്ലോജൻ, ഫെല്ലം, ഫെല്ലോഡേം ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഡേം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പിഡേമിസിൻ്റെ റപ്ചർ ശേഷം അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതിനെയാണ് നമ്മൾ പെരിഡേം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി കൂടിയിട്ട് പെരിഡേം ഫോം ചെയ്യും. അതേപോലെ തന്നെ അവിടെ ലൈക്ക് സ്റ്റൊമാറ്റ, എപ്പിഡേമിസിന് നമുക്കറിയാം സ്റ്റൊമാറ്റ ഉണ്ട് ഗ്യാസസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്നുള്ള രീതിയിൽ ഗ്യാസസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത്, ദർ ഇസ് ലൈക്ക് ലെൻഡി സെൽസ്, അത് അതിൻ്റെ സർഫസിൽ കുറച്ചും കൂടി ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ഗ്യാസസിന് എക്സ്ചേഞ്ച് ചെയ്യാൻ, ഇൻവേർഡും ഔട്ട്വേർഡും മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന സോർട്ട് ഓഫ് സെൽസ് ആണ് ലെൻഡി സെൽസ്. അപ്പം അതും പ്രസൻ്റ് ആയിരിക്കും. അപ്പം ഇതാണ് ഷൂട്ടിൻ്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഒരു സെക്കൻഡറി തിക്നിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇനീഷ്യലി പറഞ്ഞ പോലെ ഇതാണ് ഇനീഷ്യലി ഉണ്ടാവുന്ന ലൈക്ക് പ്രൈമറി ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സെൽസ്. അവിടെ വാസ്കുലാർ ക്യാമ്പിയം, ഈ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ആവും. ഫ്രം ദ വാസ്കുലാർ ക്യാമ്പിയം പിന്നെ നമുക്ക് എന്ത് കിട്ടും, ഇൻവേർഡ് ആയിട്ട് സൈലം, ഔട്ട്വേർഡ് ആയിട്ട് ഫ്ലോയും ഡെവലപ്പ് ആവും. ഫ്ലോയും പുറത്തോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവിടെ അകത്ത് കാണാം എന്ത്, സൈലം അകത്തോട്ട് എക്സ്റ്റെൻഡ് ആവുന്നത്. അപ്പോൾ മെയിൻ പോർഷൻസ് മെയിനായിട്ടും വരുന്നത് സൈലം തന്നെയാണ്, സെക്കൻഡറി സൈലം തന്നെയാണ്. പിന്നെ എക്സ്റ്റേണലി നമുക്ക് ഈ ഫെല്ലം, ഫെല്ലോജൻ ഇതൊക്കെ കൂടിയിട്ട് പെരിഡേമും ഫോം ആവും. ഇത്രയാണ് ഈ ഒരു സെക്കൻഡറി ഗ്രോത്ത് ഇൻ സ്റ്റെമ്മ് വരുന്നത്. അപ്പം ഡൈക്കോട്ടിൻ്റെ റൂട്ടിൻ്റെ കേസിൽ നമുക്ക് സെക്കൻഡറി ഗ്രോത്ത് ഈ ഒരു സെയിം ലൈക്ക് കാര്യം തന്നെയാണ്. നമ്മൾ പ്രൈമറി ഗ്രോത്ത് കഴിഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലാറ്ററൽ മെരിസ്റ്റം ഫോം ചെയ്യുന്നു. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, ലൈക്ക് അതിൻ്റെ തിക്നെസ്സും ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് നമ്മൾ പറഞ്ഞു, ലൈക്ക് ഷൂട്ടിൻ്റെ കേസിൽ, ഡൈക്കോട്ട് ഷൂട്ടിൻ്റെ കേസിൽ എന്താണ്, ദ സൈലം ആൻഡ് ഫ്ലോയം, വാസ്കുലാർ ബണ്ടിൽ ഇസ് കൺജോയിൻഡ്. ഇത് ഫ്ലോയം ആണെങ്കിൽ ഇത് സൈലം, ആൻഡ് അതിനിടയിൽ ക്യാമ്പിയം പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് വാസ്കുലാർ ബണ്ടിലിൻ്റെ ഒരു സ്ട്രക്ചർ, സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഡൈക്കോട്ടിൻ്റെ കേസിൽ എന്താണ്, അത് റേഡിയൽ ആൻഡ് എക്സാക്ക് ആണ്. അതായത് ലൈക്ക് എക്സാക്ട് മീൻ മെറ്റാസൈലം ആൻഡ് ലൈക്ക് മെറ്റാഫ്ലോയം, അതിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. റേഡിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് റേഡിയസ്, ഡിഫറെൻറ്റ് പ്ലെയിനിലായിരിക്കും. ഈ ഒരു പിക്ചറിൽ കണ്ടാൽ അറിയാം, ലൈക്ക് സൈലം, പ്രൈമറി സൈലം എവിടെയാണുള്ളത്, പ്രൈമറി ഫ്ലോയം എവിടെയാണുള്ളത്, ഒരേ പ്ലെയിനിലല്ല ഇവരിയ്ക്കുന്നത്, ഡിഫറെൻറ്റ് പ്ലെയിനിലാണ്. അതിനാണ് നമ്മൾ റേഡിയൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ടും ഷൂട്ടിൽ റൂട്ടിലോട്ട്, സ്റ്റെമ്മിൽ റൂട്ടിലോട്ട് വരുന്ന സമയത്ത് ഉള്ള സെക്കൻഡറി ഗ്രോത്തിലുള്ള ഡിഫറൻസ്. അപ്പം ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ് എന്ത്, ലൈക്ക് ഇൻ്റർ സൈലറി ടിഷ്യൂസ് എന്ന് പറയും. ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ദർ ആർ പാരൻകൈമാറ്റസ് സെൽസ് അല്ലെങ്കിൽ പാരൻകൈമാറ്റസ് ടിഷ്യൂ. അപ്പം ഈ പാരൻകൈമാറ്റസ് ടിഷ്യൂസ് ആണ് പിന്നെ എന്താവുന്നത്, ഒരു ലൈക്ക് വാസ്കുലാർ ക്യാമ്പിയം പോലെ ഡെവലപ്പ് ആവുന്നത്. സോ നമ്മൾ സ്റ്റെമ്മിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ സർക്കിൾ ആയിട്ടല്ല ഫസ്റ്റ് ഡെവലപ്പ് ആവുക, ഒരു വേവി ലൈക്ക് ഒരു സ്റ്റാർ ലൈക്ക് അല്ലെങ്കിൽ ഒരു വേവി രീതിയിലാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു ക്യാമ്പിയം ഫോം ചെയ്യുന്നത്. പിന്നെ ലേറ്റർ ഓൺ അത് സർക്കുലർ ആയിട്ട് മാറാണ്. അതാണ് ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഒരു ഡിഫറൻസ്, ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അതിൻ്റെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും. നേരത്തെ ലൈക്ക് കൺജോയിൻ്റ് ആയിരുന്നു, ഇപ്പം റേഡിയൽ ആണ്. ലൈക്ക് റൂട്ടിൻ്റെ കേസിൽ റേഡിയൽ ആയതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് വരും. ക്യാമ്പിയം വിൽ ബി ഒരു വേവി റിംഗ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക.
പിന്നെ ക്യാമ്പിയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻവേർഡായിട്ട് സെക്കൻഡറി സൈലോം ഔട്ട്വേർഡായിട്ട് സെക്കൻഡറി ഫ്ലോയും ഡെവലപ്പ് ആവും. പിന്നെ ഇവിടെ മെയിനായിട്ടും അല്ലേ കോട്ടക്സിനെക്കാളും പെരിസൈക്കിളാണ് സ്റ്റെമ്മിൻ്റെ കേസിൽ പെരിസൈക്കിളിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. ബട്ട് റൂട്ടിൻ്റെ കേസിലോട്ട് വരുമ്പോൾ വാസ്കുലാർ ക്യാമ്പിയം കോ ക്യാമ്പിയത്തിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിൽ ലൈക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിൻ ടിഷ്യൂസ് എന്ന് പറയുന്നത് പെരിസൈക്കിളാണ്. സോ ഇതാണ് ലൈക്ക് ലേറ്റർ ഓൺ ഈ ഒരു ക്യാമ്പിയൽ സെൽസ് എന്ത് ചെയ്യും കുറച്ചും കൂടെ സർക്കുലർ ഷേപ്പിലോട്ട് വരുന്നുണ്ട്. അപ്പം എന്നിട്ട് ഇൻറ്റേർണലി സൈലം ആൻഡ് എക്സ്റ്റേർണലി ഇന്റേർണലി സെക്കൻഡറി സൈലം ആൻഡ് എക്സ്റ്റേർണലി സെക്കൻഡറി ഫ്ലോയം ഡെവലപ്പ് ആവും. പിന്നെ പെരിഡം നമ്മൾ ഷൂട്ടിൻ്റെ പോലെ തന്നെ പെരിഡം ഫോം ആവുന്നുണ്ട് ലൈക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിൽ മെയിനായിട്ടും പെരിസൈക്കിളാണ് എന്ത് ചെയ്യുന്നത് ഈ ഫെല്ലോജൻ അല്ലെങ്കിൽ കോകാമ്പിയം ഡെവലപ്പ് ചെയ്യുന്നതിന് ഇൻവോൾവ് ആവുന്നുള്ള ഫാക്ടർ. അപ്പം അവിടെയും എപ്പിഡേമിസിൻ്റെ റപ്ചർ, പ്രഷർ കാരണമുള്ള എപ്പിഡേമിസിൻ്റെ റപ്ചർ കാരണമാണ് എന്ത് ചെയ്യുന്നത് പെരിഡേമിൻ്റെ ഒരു ഫോർമേഷനിലോട്ട് പോകുന്നത്. സോ പെരിസൈക്കിൾ ഗിവ് റൈസ് ടു ഫെല്ലോജൻ. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും കോക്ക് ആൻഡ് ഫെല്ലോഡേം ഇത് രണ്ടും ഡെവലപ്പ് ആവും. ഓൾ ടുഗെദർ പെരിഡേം ഫോം ആവും. പിന്നെ ഈ ഒരു റേഡിയൽ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മെഡുലറി റേസും പ്രസൻ്റ് ആണ്. വാട്ടർ മിനറൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഫുഡ് ട്രാൻസ്പോർട്ടിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ലൈക്ക് റൂട്ടിൻ്റെ കേസിലുള്ള സെക്കൻഡറി ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ സെക്കൻഡറി ഗ്രോത്ത്. ഈ ഒരു റേഡിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം അതൊന്നൊരു ക്യാമ്പിയം വേവ് ഷേപ്പിലുള്ള ക്യാമ്പിയം ഫോം ആവുന്നു. അത് പിന്നീട് എന്ത് ചെയ്യും കുറച്ചും കൂടെ റിംഗ് ഷേപ്പിൽ അറേഞ്ച് ആവും. അതിൽ ഇൻവേർട്ട് സൈലം ഔട്ട്വേർഡ് ഫ്ലോയം സെക്കൻഡറി സൈലം സെക്കൻഡറി ഫ്ലോയം ഡെവലപ്പ് ആവും. ആൻഡ് കോകാമ്പിയം ലൈക്ക് പെരിഡേമിൻ്റെ ഫോർമേഷനും. ഇത്രയാണ് റൂട്ടിൻ്റെ കേസിൽ സെക്കൻഡറി ഗ്രോത്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും അവിടെ ലൈക്ക് വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുമ്പം ഇൻട്രാഫാസിക്കുലാർ ആൻഡ് ഇൻഡോഫാസിക്കുലാർ ക്യാമ്പിയം കമ്പൈൻ ചെയ്തിട്ടാണ്. സ്റ്റെമ്മിൻ്റെ കേസിൽ റൂട്ടിൻ്റെ കേസിൽ ഇറ്റ്സ് ഫ്രം കൺജക്റ്റീവ് ടിഷ്യൂസ്, അതായത് ഇൻ ബിറ്റ്വീനിലുള്ള മെയിനായിട്ടും വരുന്ന പാരൻകൈമാറ്റ സെൽസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വാസ്കുലാർ ക്യാമ്പിയം ഡെവലപ്പ് ചെയ്യുന്നത്. വാസ്കുലാർ സ്ട്രക്ചർ അതായത് സൈലം ഫ്ലോയം സ്ട്രക്ചർ കൺജോയിൻറ്റ് ആൻഡ് ഓപ്പൺ ആണ് വിത്ത് ക്യാമ്പിയം ഇൻ ബിറ്റ്വീൻ. റൂട്ടിൻ്റെ കേസിൽ ഇറ്റ്സ് റേഡിയൽ. പിന്നെ പെരിസൈക്കിൾ സ്റ്റെമ്മിൻ്റെ കേസിൽ അത് അത്ര ആക്റ്റീവ് അല്ല. ആൻഡ് റൂട്ടിൻ്റെ കേസിലാവുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് പല സ്ട്രക്ചേഴ്സിൻ്റെയും ഇനീഷ്യലി അതിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അത് റൂട്ടിൻ്റെ കേസിൽ പെരിസൈക്കിൾസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ സൈലം അറേഞ്ച്മെൻറ്റ് ഇറ്റ് ഇസ് ലൈക്ക് റിംഗ് ലൈക്ക് ആണ്. ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ ഇറ്റ് സ്റ്റാർ ലൈക്ക്. കോട്ടക്സ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് റൂട്ടിൻ്റെ കേസിലോട്ട് വരുമ്പോൾ കോട്ടക്സ് ലേറ്റർ ഓൺ പെർസിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടും വുഡിൻ്റെ തിക്നെസ് ഇൻക്രീസ് ആകുമ്പം ഒരു പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും. ആൻഡ് അതേപോലെ തന്നെ സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയമാണ് എക്സ്പെഷ്യലി സൈലമാണ് മെയിനായിട്ടും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാട്ടർ കണ്ടക്ഷനും ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിനൊക്കെ കുറച്ചും കൂടെ ലൈക്ക് എഫിഷ്യൻ്റ് ആവും. അതേപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ പെരിഡേം ഫോർ പ്രൊട്ടക്ഷൻ. അപ്പം ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് സെക്കൻഡറി ഗ്രോത്തിലാണ്. സോ വൂണ്ട് ഹീലിംഗ് പ്രൊട്ടക്ഷൻ എന്നാണ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വുഡ് നമുക്ക് എന്ത് ചെയ്യാം കൊമേഴ്ഷ്യൽ പേർപ്പസിന് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. കൊമേഴ്ഷ്യൽ ആൻഡ് ഓരോ സ്ട്രക്ചേഴ്സൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇതാണ് സിഗ്നിഫിക്കൻസ്. ഇത്രയാണ് സെക്കൻഡറി തിക്നിങ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് റൂട്ട് വരുന്നത്. താങ്ക് യു.